ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള പരിപാടികളാണ്. ഡെയിലി ഇങ്ങനെയൊന്നും അല്ല, ഓരോ ദിവസം ഓരോ വ്യത്യാസമായിട്ടാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ എനിക്ക് നല്ല ഒരു തലവേദന പോലെ തോന്നി. കാരണം ഞാൻ 2 ദിവസമായി തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ഓർത്ത് നല്ലപോലെ എണ്ണയൊക്കെ തലയിലൊന്ന് തേച്ച് പിടിപ്പിക്കാമെന്ന് ഓർത്തു. ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പോയി കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്തു. അപ്പം നല്ലതുപോലെ നമ്മുടെ കാച്ചിയ എണ്ണ, കഴിഞ്ഞ ദിവസം നമ്മൾ കാച്ചിയായിരുന്നല്ലോ, അപ്പം നല്ലതുപോലെ ഞാൻ ആ കാച്ചിയ എണ്ണയൊക്കെ ഒന്ന് തലയിലൊന്ന് തേച്ച് കൊടുത്തു. കുറേ സമയം പിടിക്കും കേട്ടോ തേച്ച് നന്നായിട്ട് അതിൻ്റെ ഉടക്കൊക്കെ കളഞ്ഞെടുക്കാനായിട്ട്. നല്ല തല കണക്ക് ഞാൻ എണ്ണയൊക്കെ നല്ലതുപോലെ തേച്ച് റെഡിയാക്കി മുടിയൊക്കെ വാരി കെട്ടി വെച്ച് കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ പോയി കുളിക്കുകയും കൂടെ ചെയ്യാമല്ലോ. അങ്ങനെ കൈയൊക്കെ നല്ലതുപോലെ അതിന് ശേഷം കഴുകിയിട്ടൊക്കെ വന്നു. ഇനി നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മക്രോണി ഉണ്ടല്ലോ, നമ്മൾ പാസ്ത മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മസാല മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മസാല പാസ്ത ഉണ്ടാക്കാനായിട്ട്, മസാല പാസ്തയെന്നും മക്രോണിയെന്നും ഒക്കെ പറയാമല്ലോ, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ചായക്ക് പാലൊക്കെ അടപ്പ് വെച്ച് ചായയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ചായയൊക്കെ അരിച്ചെടുത്ത് അതും കൂടെ കുറച്ച് കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒന്ന് ചായയൊക്കെ ഒഴിച്ചെടുത്തു. അതൊക്കെ ഒന്ന് കുടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മക്രോണി അപ്പം വേവിക്കാനായിട്ട് ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 തുള്ളി എണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാരണം എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന ഈ മക്രോണി നമ്മളിടുമ്പോൾ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാതെ വേറെ വേറെ ആയിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ അവിടെ നിന്ന് തിളക്കട്ടെ. എന്നിട്ട് മക്രോണിയൊക്കെ കഴുകി ഞാൻ അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമുക്കതിട്ട് കൊടുക്കാം. അപ്പോൾ മക്രോണിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഒരു ക്യാരറ്റും തക്കാളിക്കയും പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ എടുത്തു. പിന്നെ മല്ലിയിലയും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്, ഉള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചീക്കി ഒന്ന് എടുത്ത് വെള്ളത്തിലോട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മക്രോണി കഴുകി അടപ്പയിലിട്ട് കേട്ടോ. കാരണം അതങ്ങനെ അവിടെ കിടന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് ഒന്നും ഒരുപാടങ്ങ് വേവാനൊന്നും നിൽക്കേണ്ട. 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഊറ്റിയിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്കിത് സംഭവങ്ങൾ ഇതിന് ചേർക്കേണ്ട ഇതൊക്കെ ഉള്ളിയും ക്യാരറ്റും തക്കാളിക്കയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ കേട്ടോ. ക്യാരറ്റും ഫുള്ള് എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. അതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്ത് വയ്ക്കാം. രാവിലെ ഒരു എന്താ പറയുന്നത്, എല്ലാ ദിവസവും എന്തുണ്ടാക്കും നമ്മൾ, സത്യം പറയാം ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരച്ച് വെച്ചാൽ നമുക്ക് ഇത്ര ടെൻഷനില്ല. രാവിലെ എണീറ്റ് അത് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ കൂടുതലും പസുമോന് ചപ്പാത്തിയൊക്കെ തന്നെ ഇഷ്ടമാവും. കൂടുതലും സ്കൂളിൽ കൊണ്ടുപോകുന്നത് ചപ്പാത്തിയാണ്. കാരണം ഇവിടെ എല്ലാവരും അവർക്ക് ചപ്പാത്തിയാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവനും അങ്ങനെ തന്നെ ചപ്പാത്തി ഉച്ചയ്ക്ക് അവന് 3 നേരം ചപ്പാത്തി കൊടുത്താലും അവൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനൊന്നുള്ള സമയമില്ല. അത് കാരണം പെട്ടെന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാസ്തയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കാം. ഇളക്കി തന്നെ നല്ലതായിട്ട് അപ്പോൾ ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഊറ്റിയിട്ട് കൊടുക്കുക. ഞാൻ ഊറ്റിയിട്ടതിന് ശേഷം കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ പിന്നെ ആ ചൂടിലിരുന്ന് ഇങ്ങനെ അതങ്ങ് വെന്ത് ഒന്നും കൂടെ ഒരിതാവും. അങ്ങനെ ഞാൻ ക്യാരറ്റും തക്കാളിക്കയും സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് കേട്ടോ. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. അങ്ങനെ പാസ്തയും ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാസ്ത അധികം വെന്ത് പോവുകയൊന്നും ആയില്ല, വെന്തിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കൊരു മുട്ടയും കൂടെ ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ചിക്കിയെടുത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ മുട്ട ഇടുന്നില്ല, കാരണം ഇവർക്ക് സ്കൂളിൽ മുട്ട മീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ മുട്ടയൊന്നും ഇടുന്നില്ല. ചുമ്മാ മസാല പാസ്ത പോലെ അങ്ങനെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആദ്യം ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റും ഉള്ളിയും ക്യാപ്സിക്കവും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴട്ടിയൊക്കെ എടുക്കാവേ. അങ്ങനെ ബാക്കി സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് വഴട്ടി പച്ചമുളകൊക്കെ മാറി ഒന്ന് നല്ലതുപോലെ വഴട്ടി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണമേ. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, വെള്ളമൊന്നും ചേർത്ത് വേവിച്ചെടുക്കുന്നില്ല. അത് നന്നായിട്ടൊരു 10 മിനിറ്റ് വെച്ച് അത് നന്നായിട്ട് ആവിയിലിരുന്ന് നല്ലതുപോലെ വെന്ത് കിട്ടുമേ. അപ്പം ഇട്ട് പിന്നെ നമ്മുടെ എത്ര മക്രോണി പാസ്തയുടെയൊക്കെ മസാല ഉണ്ടെന്ന് പറയാം, ഞാൻ അതിനകത്ത് മുളക് പൊടി നമ്മുടെ മസാല കുറച്ചെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി
അപ്പോൾ ഞാൻ ക്യാപ്സിക്കവും ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുപ്പിച്ചത്. തക്കാളിക്ക് അതിൻ്റെ കൂടെ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം എല്ലാം കൂടെ ഇറങ്ങി ഒരുമാതിരി ആവും. തക്കാളിക്ക് ലാസ്റ്റേ ഇട്ട് കൊടുക്കത്തുള്ളൂ. അതുപോലെ മല്ലിച്ചപ്പൊക്കെ ലാസ്റ്റ് നമുക്കതൊക്കെ ആയി കഴിയുമ്പോൾ ഒരു മണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. മല്ലിയിലയൊക്കെ എല്ലാവർക്കും മല്ലിയിലയുടെ ഒന്നും മണം ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടും. എനിക്കും അത്ര ഇഷ്ടമൊന്നും അല്ല മല്ലിയില, ഞാൻ ചേർക്കുമെന്നേ ഉള്ളൂ. ചില കറികൾക്കൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ. പാസ്തയ്ക്കകത്ത് ഉപ്പിട്ടതാണ്, എന്നാലും കുറച്ചും കൂടെ കഷ്ണങ്ങൾക്കും കൂടെ ഉപ്പ് വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയൊക്കെ ഒന്ന് തത്തിപ്പൊത്തി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. മുളക് പൊടിയും കുറച്ച് നേരം അടച്ച് വെക്കണം. അതൊന്ന് വാടി വരുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഓരോ സെക്ഷനായിട്ടാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുത്തു, ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് അതിൻ്റെ പുറകെ എന്താ പറയുന്നത്, നമ്മുടെ ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇടാമെന്ന് ഓർത്ത് ഞാനിങ്ങനെ എടുത്തിട്ട് ഇടാനായിട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഓർത്ത് വേണ്ട, പാസ്തയുടെ മസാല ഉണ്ടല്ലോ അതിടാമല്ലോ, അത് നമ്മൾ ലാസ്റ്റ് എന്തായാലും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. അപ്പം ഞാൻ ഓർത്തു നമ്മുടെ മസാല ഇടണ്ടെന്ന് ഓർത്തു. അങ്ങനെ മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് നമ്മുടെ തക്കാളിക്ക് അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്തേ. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത്, പൊടിയുടെ പച്ചമണമൊക്കെ അങ്ങ് പോകുമല്ലോ. പിന്നെ തക്കാളിക്ക് ഇട്ട് കൊടുത്താൽ അതങ്ങ് വാടും. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. പിന്നെ ഞാൻ രണ്ടാമതാണ് ഓർത്തത്. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാവേ. കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് അവസാനം ഇട്ടാലും മതി. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടു. എല്ലാം കൂടെ ഒന്ന് പിടിക്കട്ടെന്ന് ഓർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ പൊടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് എന്താ പറയുന്നത് ഇളക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് കറിവേപ്പിലയുടെ കാര്യം ഓർത്തത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയൊക്കെ ഇതുപോലെ ഞാനുണ്ടല്ലോ ഈ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇരുന്ന് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക തണ്ടിയിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ എല്ലാം കൂടെ വൃത്തിയായിട്ട് കഴുകി ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഡപ്പയിലിങ്ങനെ അത് ഓരോ ഇലകളായിട്ടിങ്ങനെ മാറ്റി വയ്ക്കും. മാറ്റി എന്നല്ല, തണ്ടിയിൽ നിന്ന് മാറ്റി ഇങ്ങനെ ടിന്നിനകത്തിട്ട് വെക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് അങ്ങോട്ട് എടുത്തിടാമല്ലോ. കഴുകി നല്ല വൃത്തിയായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ കണ്ടോ പാസ്തയുടെ മസാലയാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ആ മസാലയും കൂടെ ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇപ്പം എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ മസാലയും കൂടെ ഇടുമ്പോഴേ അതിനൊരിത് ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ പിള്ളേർക്കൊക്കെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാസ്തയുടെ മസാല മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ പാസ്തയുടെ മസാലയും കൂടെ തട്ടി അതിൻ്റെ പച്ചമണമൊക്കെ മാറി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഉണ്ടല്ലോ, പാസ്ത, അതും കൂടി ഇട്ട് അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെക്കാം, അല്ലാതാണെങ്കിൽ അങ്ങനെ മക്രോണിയെ കുറേ നേരം ഇരുന്ന് ഇളക്കി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി മോനെ വിട്ടതിന് ശേഷം വേണം പിന്നെ കുറച്ച് മീനൊക്കെ വെട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ മീനെന്ന് പറഞ്ഞാൽ ആ മീൻ വെട്ടി ഞാൻ എപ്പോൾ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതുപോലത്തെ ഒരു മീനാണേ. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടൊക്കെ ഇന്ന് കുളിയൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ രാവിലെ മോൻ പോയാലുടനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുളിക്കുന്നതാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കുളിക്കാനുള്ള സമയം കിട്ടത്തില്ല, അവനെ സ്കൂളിൽ വിടേണ്ടത് കൊണ്ടേ. അവൻ പോയതിന് ശേഷം ഞാൻ കുളിക്കാറുള്ളൂ. പക്ഷേ ഇന്നതും പറ്റത്തില്ല. അപ്പോൾ പാസ്തയൊക്കെ റെഡിയായി. അങ്ങനെ അവന് ടിഫിനകത്ത് പാസ്തയൊക്കെ കൊടുത്തു വിട്ടു. പാസ്തയും കൊടുത്തു. അവൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് അവൻ സ്കൂളിൽ പോയേ. അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മീനിൻ്റെ കാര്യം, ഇതാണ് മീൻ കണ്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് മീൻ കിട്ടുന്നത് കുറവാണേ. ഇപ്പം മീൻ അധികം കിട്ടാറില്ല. ഇതുപോലുള്ള മീനും പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ തേടുണ്ടല്ലോ, കൂരി, അതൊക്കെയുള്ളൂ ഫ്രഷായിട്ട് ഇപ്പോൾ കിട്ടുന്നത്. ബാക്കി ഇപ്പം മീനിൻ്റെ സമയമല്ലല്ലോ, അതുകൊണ്ട് ഇപ്പം മീൻ കിട്ടാറില്ല. അപ്പോൾ ഇതിനി എപ്പോൾ വെട്ടി ഞാൻ കഴുകിയെടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചൂടയില്ലേ നെത്തോലി പോലെ ഇരിക്കുന്ന മീൻ, പക്ഷേ ഇത് നെത്തോലി അല്ല കേട്ടോ. നമ്മുടെ ആ ഒരു ഇതല്ല. പക്ഷേ കാണുമ്പം തോന്നും നെത്തോലി. ഞാനും ആദ്യം നെത്തോലി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ നെത്തോലിയല്ല, നല്ല ചെതുമ്പലാണ്, ചെറിയ ചെതുമ്പലാണ്. ഞാൻ ആദ്യം കുറേ ഇങ്ങനെ ചെതുമ്പലൊക്കെ കളഞ്ഞ് അങ്ങോട്ട് മാറ്റിയൊക്കെ വെച്ചു. കാരണം പിന്നെ ലാസ്റ്റാണ് ഞാൻ ചെതുമ്പലെല്ലാം കളഞ്ഞ് എല്ലാം മീനും ക്ലീനാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ കത്രിക കൊണ്ട് പിന്നെ എന്താ പറയുന്നത് വാലും തലയൊക്കെ കളഞ്ഞെടുത്തത്. ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിന് തന്നെ കുറേ സമയമെടുക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും മീൻ തന്നെ വെട്ടിക്കഴിയാൻ ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു.
അങ്ങനെ രാവിലെ മീനിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ഓർത്ത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് ഓർത്തു. അതിനാണ് വെട്ടിക്കഴുകിയെടുത്തത്. മീൻ പീര വെക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചിങ്ങനെ മീൻ തോരൻ, പീരയെന്ന് പറയുമല്ലോ, തോരനൊക്കെ വെച്ചെടുത്തായിരുന്നു. അങ്ങനെ മീനൊക്കെ ഒരുവിധം വെട്ടിക്കഴുകി എടുത്ത് കേട്ടോ. വെട്ടിക്കഴുകി എടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ അത് വെട്ടിയെടുക്കാൻ എടുത്ത സമയം. അപ്പം ഞാൻ മീനൊക്കെ വെട്ടിക്കഴുകി വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിക്കാനായിട്ട് പോയായിരുന്നു. പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നു. ചോറ് അരിയടപ്പിട്ട്, ചെറിയ കുക്കറിലാണ് ഇന്ന് അരിയടപ്പിട്ടത്. കുറച്ച് ചോറ് മതി. ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ഒരു നേരത്തേക്ക് മാത്രമേ ഇടാമെന്ന് ഓർത്തു. അതുകൊണ്ട് ഞാൻ ചെറിയ കുക്കറിലാണ് ചോറൊക്കെ ഒരു എന്താ പറയുന്ന അരിയൊക്കെ ഒരു വിസിലൊക്കെ വന്നിട്ട് ഞാൻ നിർത്തി വെച്ചിരിക്കാം. അപ്പം മീൻ കറി വെക്കാനായിട്ട്, തേങ്ങ അരച്ച് വെക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരികെ എടുത്തു. തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും, നമ്മൾ സാധാരണ തേങ്ങ അരച്ച് കറി വെക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവോള. നമുക്കിവിടെ ചെറിയ ഉള്ളി അങ്ങനെ കിട്ടാറില്ല. പിന്നെ മലയാളി കടയുണ്ട്, ആ കടയിൽ വരുന്ന സമയത്ത് നമ്മൾ വാങ്ങി വെക്കുന്നതല്ലാതെ നമുക്കിവിടെ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇപ്പം അങ്ങനെ ആ കടയിൽ എന്താ പറയുക, ഓഫ് സീസണൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരിക്കുമല്ലോ, വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ കിട്ടാറില്ല. അപ്പം ഞാൻ അരപ്പൊക്കെ അരച്ചെടുത്തതിന് ശേഷം ചട്ടി വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത്. വെളിച്ചെണ്ണയുടെയൊക്കെ വില എന്താ വില! ഞാനിപ്പോൾ എല്ലാം എന്താ പറയുക, വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് എല്ലാത്തിനും. നമ്മൾ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗം കുറവായിരുന്നു. അത് നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ്. ഇവിടെ കിട്ടുമായിരിക്കും, എന്താ പറയുന്നത്, അതൊന്നും നമ്മുടെ നല്ല വെളിച്ചെണ്ണയുടെ അത്ര ഒരു ടേസ്റ്റൊന്നും വരത്തില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞതുപോലെ മലയാളി കടയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങുന്നതല്ലാതെ. അപ്പം ഞാൻ കൂടുതലും ഈ വെജിറ്റബിൾ ഓയിലിൽ തന്നെയാണ് എല്ലാ കറികളും ചെയ്യുന്നത്. പിന്നെ അവിയലൊക്കെ വെക്കുമ്പോഴേ ഉള്ളൂ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്ന പരിപാടിയിൽ. അപ്പം അന്ന് നമ്മുടെ എണ്ണയൊക്കെ കാച്ചേൻ്റെ എണ്ണ കുറച്ച് ഞാൻ മാറ്റി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഞാൻ ചട്ടിയിൽ എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഉലുവയും കടുകൊക്കെ ഇട്ട് കൊടുത്തൊന്നു പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പൊക്കെ തട്ടിയിട്ട് കൊടുത്തൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു. എന്താ പറയുന്നത്, പച്ചമുളകൊക്കെ കീറിയിട്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചൊന്ന് തിളച്ചൊക്കെ വരുമ്പോൾ പുളിയുടെ കാര്യം പറയാൻ മറന്നുപോയി. പുളി ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ തക്കാളിക്കയും കൂടെ ഇടുന്നുണ്ട്. ഒരു തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തക്കാളിക്കയൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചെറിയ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുക്കാവേ. അങ്ങനെ അരപ്പൊക്കെ ഞാൻ ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് തിളച്ചൊക്കെ വന്നു. പിന്നെ ഞാൻ കണ്ടോ നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് തക്കാളിക്ക കട്ട് ചെയ്ത് വെച്ച് അരിഞ്ഞിട്ടതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അടച്ച് വെച്ച് നമുക്ക് കറിയൊക്കെ ആവട്ടെ. അപ്പം ഞാൻ ഓർത്തു, അപ്പം അരിയൊക്കെ ഒരുവിധം ഒരു എന്താ പറയുന്നത്, ഈ ചെറിയ കുക്കറിൽ ഓരോ കുക്കറിനും ഓരോ ഇതല്ലേ. അപ്പം ചെറിയ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് ഒരു വിസിൽ വരുമ്പോഴേ അതൊന്ന് ഓക്കെ ആവും. നമ്മുടെ നാട്ടിലെ കൂടെ വലിയ അരിയല്ല, ചെറിയ അരിയാണേ. അപ്പം ചോറൊക്കെ ഏകദേശം ഒരിതായി. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ടൊക്കെ വെച്ചു. അപ്പം മീൻകറി മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. ഇന്ന് മീൻകറി മാത്രമേ ഉള്ളൂ. ഞാൻ ഓർത്തു മീൻകറിയായിട്ട് ഒരു കറി നമുക്ക് ഒരുപാട് കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുന്നത്, ഒരു 3-4 തക്കാളിക്ക വഴുതനങ്ങ, നമ്മുടെ കത്രിക്ക അങ്ങ് ഇതായിട്ടിരിക്കുന്ന അവിടെ. അപ്പോൾ അത് വെറുതെ വാടി കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു വഴുതനങ്ങ മസാലക്കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ അരിഞ്ഞെടുത്ത് നമ്മൾ നീളത്തിൽ മെഴുക്ക് പുരട്ടി വെക്കുന്നത് പോലുള്ള രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തു. പിന്നെന്താ, അതിനകത്തൊരു കുറച്ച് ഉള്ളിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നല്ലതുപോലെ എണ്ണയിലിട്ട് വഴറ്റി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കത്രിക്കയൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചു. അതിനിടയ്ക്ക് എനിക്ക് നാട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പോയപ്പോൾ ഞാൻ ചട്ടിയുടെ കാര്യം പറഞ്ഞു വിട്ടായിരുന്നു. നമുക്ക് ചട്ടി കിട്ടാൻ ഭയങ്കര, ഞാൻ അന്ന് പറഞ്ഞല്ലോ എനിക്ക് ആകെ ഒരു ചട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ സൈഡൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നാട്ടിൽ പോയപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു വിട്ട് അങ്ങനെ എനിക്കൊരു ചട്ടി മേടിച്ചുകൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ചട്ടി മേടിച്ച് അത് ഞാൻ ഇതുവരെ ഉപയോഗിക്കാനായിട്ട് എടുത്തില്ല. അപ്പം ഞാൻ 2 ദിവസമായിട്ട് അതിനകത്ത് കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെച്ചു കേട്ടോ. നമ്മുടെ ചട്ടി മയക്കുന്ന കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പം 3-ാമത്തെ വട്ടം ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ ഓർത്തൊന്ന് തിളപ്പിച്ചൊന്ന് ഒന്നും കൂടെ ഒന്ന് വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അത് അവിടെ കിടന്ന് തിളക്കട്ടെന്ന് വിചാരിച്ച് അതവിടെ വെച്ചു. നമ്മളിപ്പം അരി വാർത്ത കഞ്ഞിവെള്ളം തന്നെ ആയിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ മീൻ കറി തുറന്ന് നോക്കി കുറച്ച് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വീണ്ടും അടച്ചൊക്കെ വെച്ചു. അതിനിടയ്ക്ക് എൻ്റെ ചെറിയ മോൻ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ചട്ടി
ഉള്ളി. പുളിയല്ല, ഉള്ളി. 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 അപ്പം അവന് വന്ന ഉടനെ അവൻ എന്താണെന്ന് കാണണം. അതിന് പിന്നെ ഞാൻ അവനെ കുറച്ച് നേരം എടുത്ത് വെച്ച് ഈ കളിപ്പീരൊക്കെ ആയിരുന്നുണ്ട് അവനെ ഓരോന്ന് പഠിപ്പിച്ച്. അവൻ എന്നെ പഠിപ്പിക്കുമോ ഞാൻ അവനെ പഠിപ്പിക്കുമോ? ചില വാക്കുകളൊന്നും പുള്ളിക്ക് ഴായും ളായും ഒന്നും പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ നല്ലതുപോലെ. അപ്പം ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തു. പുള്ളി മീനൊക്കെ കാണണമെന്ന് പറഞ്ഞ് മീനൊക്കെ കണ്ടു. അതിനിടയ്ക്ക് എനിക്ക് കോളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഇത് ചെയ്തതാണ്. അപ്പം പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, ചട്ടി അങ്ങനെ എന്താ പറയുക, കഞ്ഞിവെള്ളം അങ്ങനെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അത് അവിടെ ഇരുന്ന് 10 മിനിറ്റ് തിളക്കട്ടെ, നന്നായിട്ട് തിളക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് വഴുതനങ്ങ എന്താ പറയുന്നത്, മസാലക്കറി വയ്ക്കാമെന്ന്. വഴുതനങ്ങ വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. അപ്പം ഞാനത് കുറച്ച് എണ്ണയും കടുവൊക്കെ പൊട്ടിച്ച് ഞാൻ വഴുതനങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. ആദ്യം കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു, വഴുതനങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പച്ചമുളകും അതെല്ലാം കൂടെ ഇട്ടൊന്ന് ചതച്ചതൊക്കെ ഒന്ന് തട്ടി ഒന്ന് ഇളക്കി, കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഇട്ടൊന്ന് വഴറ്റി. പിന്നെ വഴുതനങ്ങയുടെ കാര്യം അറിയാമല്ലോ, വെള്ളമൊന്നും ഒഴിക്കേണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വാടി വരുമ്പോഴത്തേക്ക് അതങ്ങ് നല്ല ഇതായിട്ട് വരും. സത്യം പറഞ്ഞാൽ ഈ വഴുതനങ്ങ ഞാൻ മേടിച്ചത്, വഴുതനങ്ങ നമ്മുടെ ഒരു സൈസ് മുളക് ചമ്മന്തി അങ്ങനെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഞാൻ മേടിച്ചതാണ്. പക്ഷേ നടന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ അതുണ്ടാക്കണ്ട, ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല. അങ്ങനെ അതൊന്ന് ഇളക്കി കൂട്ടിയിട്ടൊക്കെ ഒന്ന് അടച്ച് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ചട്ടി തിളപ്പിച്ചിട്ട് ഇനി ഈ ഒരു ദിവസം കൂടെ വെക്കും. നാളെ ഒരു സമയമാകുമ്പോഴത്തേക്കുള്ള അത് നന്നായിട്ട് പുളിച്ച് വരുമല്ലോ. ചട്ടി മയക്കാനൊക്കെ മിക്കവർക്കും അറിയാം. അപ്പം പുളിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് കളഞ്ഞിട്ട് പിന്നെ എണ്ണയൊക്കെ തൂത്ത് എന്താ പറയുക, അടപ്പേ വെച്ച് ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് ഒരു ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി സെറ്റാക്കിയൊക്കെ എടുക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ 2 ചട്ടിയാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ അവർ 2 ചട്ടിയൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ അതൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞു. കാരണം നമുക്ക് നാട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നതല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കാരണം ബുദ്ധിമുട്ടെന്ന് പറയാൻ നമ്മൾ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് അങ്ങനെ വരുമല്ലോ. അങ്ങനെ നമ്മുടെ ചോറും വഴുതനങ്ങ മസാലക്കറിയും മീൻകറിയും ഒക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി അവർ വന്നു കഴിഞ്ഞാൽ എന്താ ഡ്യൂട്ടി കഴിഞ്ഞാൽ അപ്പൂസൊക്കെ വന്ന് കഴിച്ച് അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞു ഞാനൊരു ഉറക്കമെന്ന് പറയാൻ മോനെ ഉറക്കാൻ കിടന്ന അങ്ങനെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി ഒരു അരമണിക്കൂർ ഞാനൊന്ന് മയങ്ങി കേട്ടോ. മയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് 4 മണിയായപ്പോൾ ഞാൻ ഓർത്ത് എന്താ 5 മണിയായപ്പം എന്ത് മോന് കൊടുക്കുമെന്നൊക്കെ ഓർത്ത് വലിയ മോനും ചെറിയ മോനും അങ്ങനെ ഞാൻ ഓർത്ത് പയർ പുഴുങ്ങാൻ വയ്ക്കാമെന്ന് ഓർത്ത് അങ്ങനെ പയറൊക്കെ പുഴുങ്ങിയെടുത്ത് അവന് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയതാണേ. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അവന് കൊടുത്ത് അവൻ കഴിച്ചോളും കേട്ടോ. ഒത്തിരി പഞ്ചസാര മധുരം കൊടുക്കുന്നത് നല്ലതല്ല. ഞാൻ കുറച്ചിട്ട് കൊടുക്കും, ഒരു മധുരത്തിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്ത് അത് കൊടുത്ത് അവൻ കഴിച്ചോളും. ഒന്നും ഇങ്ങനെ കൊടുത്താൽ കഴിക്കത്തില്ല. ഓരോ ദിവസം വെറൈറ്റി പിടിച്ചിങ്ങനെ കൊടുക്കും. അപ്പോൾ അതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവന് കൊടുത്തതിന് ശേഷം ഞാനും കുറച്ച് കട്ടൻ ചായയൊക്കെ ഇട്ട് ഇച്ചിരി പയറൊക്കെ തിന്ന് കേട്ടോ, തേങ്ങയൊക്കെ തിരുകിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.